ഗൈസ് വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനാണ്, അവിടുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂസുകൾ അറിയണം, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ അറിയണം, എനിക്ക് തീർച്ചയായിട്ടും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫിലിപ്പെ മർസല്യാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എന്തായാലും ഫിലിപ്പെ മർസല്യാക്ക് പഞ്ചാബ് എഫ് സി വിട്ടിരിക്കുകയാണ്. ആ ഒരു റിലീസ് അനൗൺസ്മെൻറ്റ് പഞ്ചാബ് എഫ് സി എന്നവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി നടത്തിയിരിക്കുകയാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിയെ പഞ്ചാബ് എഫ് സി നിലനിർത്തണമായിരുന്നു. കാരണം വളരെ പൊളിയൊരു താരമാണ്. മിഡ്ഫീൽഡ് നിയന്ത്രിച്ച് കളിക്കാനും അറ്റാക്കിനെ ഒരു പവർ കൂട്ടാനും ഒക്കെ പറ്റിയൊരു ഓൾ ഇൻ വൺ പാക്ക് താരമാണ്. സോ ഏത് ക്ലബ്ബ് അദ്ദേഹത്തെ എടുത്താലും വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം. സോ ഗൈസ്, നമുക്കിനിയും എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു അപ്ഡേറ്റ് ആയിരിക്കാം. അതായത് നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമായിരിക്കാം. നമ്മുടെ കോച്ച് TG പുരുഷോത്തമൻ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഹെഡ് കോച്ചായി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോച്ചാണ്, അസിസ്റ്റൻറ്റ് കോച്ചാണ്. സോ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് നേരുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ TG പുരുഷോത്തമൻ. ഇനിയുള്ളത് ഒരു നല്ല വർഷമായിരിക്കട്ടെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. അദ്ദേഹത്തിന് ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ മാറാനും സാധിക്കട്ടെ. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടുത്ത് ഗുഡ് ബൈ.